കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇപ്രകാരം ഒരു പ്രാവശ്യം കൂടെ നിങ്ങളോട് ദൈവത്തിൻ്റെ വചനം സംസാരിക്കുവാനായിട്ട് ദൈവം എൻ്റെ ആയുസ് നൽകിയ വിലപ്പെട്ട ഭാഗ്യത്തിനായി അവസരത്തിനായി ദൈവത്തിന് നന്ദി കരേറ്റുകയാണ്. ലോകമെമ്പാടും ഇരുന്നു കൊണ്ട് എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹ വന്ദനങ്ങൾ പ്രാരംഭമായിട്ട് അറിയിക്കുന്നു. പല സമയങ്ങളിലായിട്ട് ദൈവസഭയെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ ഈ നാളുകൾ ചിന്തിച്ചു വരികയായിരുന്നു. തുടർച്ചയായി ദൈവസഭ എന്നുള്ള ഒരു വിഷയമാണ് നമ്മൾ ധ്യാനിച്ചു വരുന്നത്. തുടർച്ചയായി കേൾക്കുന്ന ധാരാളം ദൈവമക്കൾ ഉണ്ട്. അവര് ഞങ്ങളോട് ഈ ശുശ്രൂഷ അനുഗ്രഹമാണ് എന്ന് വിളിച്ചു പറയുമ്പോൾ വളരെ സന്തോഷത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. തുടർച്ചയായി നിങ്ങൾ ഈ ദൈവവചന പരമ്പര ശ്രദ്ധിക്കുവാൻ നിങ്ങളുടെ സ്നേഹത്തോടുകൂടെ ഓർമ്മിപ്പിക്കുന്നു. ഈ നാളുകളിൽ ദൈവം നിങ്ങളോട് സംസാരിക്കുവാൻ വളരെ ആകാംക്ഷയോടെ ആഗ്രഹത്തോടെ പ്രാർത്ഥനയോടുകൂടെ നിങ്ങൾ ഈ ദൈവവചനം കേൾക്കുന്നെങ്കിൽ നിശ്ചയമായും ദൈവം നിങ്ങളോട് സംസാരിക്കുകയും ഇടപെടുകയും ചെയ്യും. നിങ്ങൾക്ക് വേണ്ടി ധാരാളം ദൈവമക്കൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ധാരാളം ആളുകൾ കർത്താവിൻ്റെ ശുശ്രൂഷയുടെ പിന്നിൽ നിന്നുകൊണ്ട് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. അതുകൊണ്ടാണ് ഇപ്രകാരം ഈ ശുശ്രൂഷകൾ മുമ്പോട്ട് കടന്നു പോകുവാനായിട്ട് ഇടയായിത്തീരുന്നത്. അതുകൊണ്ട് നിങ്ങളുടെയും വിലയേറിയ പ്രാർത്ഥന വളരെ അത്യാവശ്യമാണ്. നിങ്ങളുടെ വിഷയങ്ങൾ സ്ക്രീനിൽ കാണുന്ന മേൽവിലാസത്തിലോ അല്ലെങ്കിൽ ഇമെയിൽ അഡ്രസ്സിലോ അതുപോലെ തന്നെ ഫോൺ നമ്പറിലോ ഞങ്ങൾ അറിയിച്ചാൽ നിശ്ചയമായും ധാരാളം ദൈവമക്കൾ നിങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കും. എളിയവരെ ഓർത്തുകൊണ്ട് നിങ്ങൾ ഈ ശുശ്രൂഷയെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കണം. ഈ നാളുകളിൽ ദൈവസഭ എന്നുള്ള ഒരു വിഷയം നമുക്ക് തുടർച്ചയായിട്ട് ധ്യാനിച്ചു വരികയായിരുന്നല്ലോ. ഇന്നും അത് തുടരുവാൻ അത്ര ആഗ്രഹിക്കുന്നത്. നമ്മളെ കഴിഞ്ഞ എപ്പിസോഡ് വരെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, ദൈവസഭ, ദൈവരാജ്യം അല്ലെങ്കിൽ കിങ്ഡം ഓഫ് ഗോഡ് എന്നുള്ള ഒരു വിഷയമാണ് നമ്മൾ ധ്യാനിച്ചു വന്നത്. മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്ന 7 ഉപമകളിൽ ദൈവസഭയെക്കുറിച്ച് ദൈവം പറഞ്ഞിരിക്കുന്ന യേശു പറഞ്ഞ ചില ഉപമകളിൽ കൂടെ ദൈവരാജ്യം എന്താണ്, ദൈവസഭ എന്താണ് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ധ്യാനിച്ചു വന്നു. അവിടെ വന്നിരുന്ന ചില വിഷയങ്ങൾ നമ്മൾ ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി എന്ന നിലയിൽ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയുണ്ടായി. 7 ഉപമകളിൽ കൂടെയും കർത്താവ് പറഞ്ഞത് ദൈവസഭയെക്കുറിച്ചായിരുന്നു എന്ന് കാണുവാനായിട്ട് കഴിഞ്ഞു. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചിന്തിച്ച് നിർത്തിയത് കടലിലിറക്കിയ ഒരു വലയോട് സദൃശമായിട്ടാണ് ദൈവസഭയെ ചിത്രീകരിച്ചിരിക്കുന്നത്. അത് വലിച്ച് കയറ്റുമ്പോൾ ധാരാളം നല്ലതും ചീത്തയുമായിട്ടുള്ള മീനുകളും അതുപോലെ തന്നെ സാധനങ്ങളും അതിനകത്തേക്ക് കയറിയതായിട്ട് നമുക്ക് വായിക്കാൻ കഴിഞ്ഞു. എന്നാൽ നല്ലത് ഒരു പാത്രത്തിൽ കൂട്ടിവെക്കുകയും ചീത്ത എറിഞ്ഞു കളയുകയും ചെയ്യും എന്ന് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു. അതുകൊണ്ട് ലോകത്തിന്റെ അന്ത്യത്തിൽ ദൈവസഭ ഇന്നിവിടെ നിലനിൽക്കുമ്പോൾ കടലിലേക്ക് അല്ലെങ്കിൽ മാനവജാതിയിലേക്ക് ഇറക്കിയിരിക്കുന്ന ഒരു വലയാണ് ദൈവസഭ. അതിനകത്ത് ഒരുപക്ഷെ ചില ചീത്തകളൊക്കെ കയറി എന്ന് വരാം. എന്നാൽ ലോകാവസാനത്തെങ്കിൽ ദൈവം ചെയ്യുമ്പോൾ നല്ലതിനെ ഒരു പാത്രത്തിൽ കൂട്ടിവെക്കുകയും അല്ലാത്തതിനെ ദൈവം എറിഞ്ഞു കളയുകയും ചെയ്യും എന്ന് നമുക്ക് പഠിക്കുവാൻ കഴിയും. ഇന്നും ലോകത്തുള്ള സഭകളെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ എല്ലാ സഭകളിലും നമ്മൾ ചിലപ്പോൾ ചില ചീയലുകൾ, ചില ചീത്തയായിട്ടുള്ളത് ഒക്കെ കയറിയെന്ന് വരാം. എന്നാൽ അതിൻ്റെ നടുവിൽ വളരെ പരമാർത്ഥമായി ജീവിക്കുന്ന, വളരെ നിഷ്കളങ്കതയോടെ ജീവിക്കുന്ന ഒരു കൂട്ടം ദൈവമക്കൾ ദൈവത്തിൻ്റെ ലിസ്റ്റിലുണ്ട്. അതുകൊണ്ട് ദൈവം അതിനെ ഒരു നാളിൽ പാത്രത്തിൽ എടുത്തു വയ്ക്കുകയും അല്ലെങ്കിൽ ദൈവം തന്നെ അതിനെ സൂക്ഷിക്കുകയും നിത്യതയിൽ തൻ്റെ പ്രത്യേക സമ്പത്തായി ദൈവം അതിനെ സംരക്ഷിക്കുകയും ചെയ്തുകൊള്ളും. അത് മാത്രമല്ല, ചീത്തയായതിനെ അന്ന് മാത്രമേ എറിഞ്ഞു കളയുകയുള്ളൂ എന്ന് ദൈവത്തിൻ്റെ വചനം നമുക്ക് പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. നമുക്ക് തുടർന്ന് ഇന്ന് നമ്മൾ മറ്റൊരു വിഷയത്തിലേക്ക് അല്ലെങ്കിൽ ദൈവസഭയെ സാദൃശ്യപ്പെടുത്തിയിരിക്കുന്ന മറ്റൊരു വിഷയത്തിലേക്ക് നമുക്ക് കടക്കാം. നമ്മൾ ഇന്നു മുതൽ ദൈവസഭയെ സാദൃശ്യപ്പെടുത്തിയിരിക്കുന്ന വിഷയം, നമ്മൾ ദൈവവചനം പഠിക്കുമ്പോൾ ദൈവസഭയെ 7 വിധത്തിൽ പുതിയ നിയമത്തിൽ നമുക്ക് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത് കാണുവാനായിട്ട് കഴിയും. ആടുകളും ഇടയനും എന്ന നിലയിൽ നമ്മൾ നേരത്തെ ചിന്തിക്കുകയുണ്ടായി. രണ്ടാമതായിട്ട് ദൈവരാജ്യത്തോട് സാദൃശ്യപ്പെടുത്തി ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് കാണുവാൻ കഴിയുന്നു. ഇന്ന് മുതൽ നമ്മൾ ചിന്തിക്കുന്നത് ദൈവസഭ ഒരു കെട്ടിടം എന്ന നിലയിൽ ദൈവവചനം പറഞ്ഞിരിക്കുന്നു. അതായത് ദൈവസഭ ഫൗണ്ടേഷൻ ആൻഡ് ദ ടെമ്പിൾ എന്നുള്ള വിഷയം നമുക്ക് ഇന്ന് മുതൽ ധ്യാനിക്കുവാൻ അത്ര ആഗ്രഹിക്കുന്നത്. നമ്മൾ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്കവിടെ കാണുവാൻ കഴിയുന്നത് യേശുക്രിസ്തു പറഞ്ഞ
വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം നമുക്ക് ദൈവസഭയെക്കുറിച്ച് അവിടെ നിന്ന് ലഭിക്കുന്നത് നമുക്ക് അവിടെ വായിക്കുവാൻ കഴിയും. അതായത് നമ്മൾ മത്തായിയുടെ സുവിശേഷം എല്ലാം കൊണ്ടും തന്നെ 3 കാര്യങ്ങളിൽ പ്രധാനമായും ആ അധ്യായം വളരെ പ്രാധാന്യമുള്ളതാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. പ്രധാനമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ആദ്യമായി യേശുക്രിസ്തു ദൈവസഭയെക്കുറിച്ച് ഒരു വാക്കുച്ചരിച്ചത് മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിലാണ്. രണ്ടാമതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും യേശുക്രിസ്തുവിന്റെ മരണത്തെ സംബന്ധിച്ച് ആദ്യമായി താൻ ലോകത്തോട് അല്ലെങ്കിൽ ശിഷ്യന്മാരോട് പറഞ്ഞത് 16-ാം അധ്യായത്തിലാണ്. അതിനുശേഷം കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് ലോകത്തിലേക്ക് മനുഷ്യപുത്രൻ വന്നിരിക്കുന്ന മാത്രമല്ല, അവൻ മരിക്കുമെന്നും അടക്കപ്പെടുമെന്നും ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള കാര്യം പറഞ്ഞിരിക്കുന്നത് മത്തായി 16-ാം അധ്യായത്തിലാണ് എന്ന് കാണുവാൻ കഴിയും. ഇവിടെ നമുക്ക് ആ ദൈവസഭയെക്കുറിച്ച് കർത്താവ് പറഞ്ഞപ്പോൾ കർത്താവ് തൻ്റെ അരിമ ശിഷ്യനായ പത്രോസിനോട് ഒരു ചോദ്യം ചോദിക്കുന്നത് കാണുവാൻ കഴിയും. നമുക്കതിൻ്റെ ആ 16-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 18 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ ശ്രദ്ധേയമായ ചില സത്യങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണുവാൻ കഴിയും. നമ്മൾ ഈ 16-ാം അധ്യായം ശ്രദ്ധിക്കുമ്പോൾ യേശു ഫിലിപ്പിന്റെ കൈസരയിൽ വന്നപ്പോഴാണ് മനുഷ്യപുത്രൻ ആരാണ് എന്ന്, മനുഷ്യപുത്രനെ ആളുകൾ ആരാണ് എന്ന് ശിഷ്യന്മാരോട് ചോദിക്കുമ്പോൾ ശിഷ്യന്മാര് പല കാര്യങ്ങൾ പറഞ്ഞു. പ്രധാനമായി നമ്മൾ അവിടെ ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാകും പല അഭിപ്രായങ്ങൾ ആളുകളുടെ ഇടയിലുണ്ട്. യേശുവിന് അത് അറിയാഞ്ഞിട്ടല്ല, യേശു അത് കേൾക്കാഞ്ഞിട്ടല്ല ശിഷ്യന്മാരോട് ചോദിച്ച, പിന്നെയോ വലിയൊരു സത്യം പത്രോസ് ഉൾപ്പെടെയുള്ള ആളുകളെ കർത്താവ് മനസ്സിലാക്കിക്കാൻ വേണ്ടിയായിരുന്നു. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു പത്രോസിനോട് കർത്താവ് ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ ആ ശിഷ്യന്മാരോട് കർത്താവ് ചോദിക്കുമ്പോൾ അവര് അഭിപ്രായപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്നു യോഹന്നാൻ സ്നാപകൻ എന്ന് പറഞ്ഞിരിക്കുന്നു. മാത്രമല്ല ഇരമ്യാവാണെന്ന് ചിലർ പറഞ്ഞിരിക്കുന്നു, അല്ല പ്രവാചകന്മാരിൽ ഒരുത്തനാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. ഇതുപോലെ തന്നെ പല അഭിപ്രായങ്ങൾ അവിടെയുണ്ട്, ഏലിയാവാണെന്ന് പറഞ്ഞിരിക്കുന്നു. ഇങ്ങനെ 4 അഭിപ്രായങ്ങൾ ജനത്തിന്റെ ഇടയിലുള്ളതായിട്ടാണ് നമുക്ക് അവിടെ പഠിക്കുവാൻ കഴിയുന്നത്. അപ്പോൾ എന്താണ് യോഹന്നാൻ എന്ന് പറയുവാൻ കാരണം? യോഹന്നാനെ ഓൾറെഡി തല ഛേദിച്ച ഹേരോദാവ് കൊന്നുകളഞ്ഞിരിക്കുന്നു. എങ്കിലും അവൻ ഉയർത്തെഴുന്നേറ്റ് വന്നതുകൊണ്ടാണ് അവനിൽ ഈ ശക്തിയൊക്കെ വ്യാപരിക്കുന്നത് എന്നാണ് ആളുകൾ ധരിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് യോഹന്നാൻ എന്ന് സംശയിക്കുവാനായിട്ട് കാരണം. ഏലിയാവിനെ പോലെ വലിയ ധീരനായി രാജാക്കന്മാരോട് ശക്തിയോടുകൂടെ സംസാരിക്കുന്ന യേശുവിനെ കണ്ടപ്പോൾ ആളുകൾക്ക് തോന്നി ഇവനൊരു ഏലിയാവായിരിക്കും. ആഹാബ് രാജാവിന്റെ കൊട്ടാരത്തിൽ ചെന്ന് ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞ ആ ഏലിയാവിനെ പോലെ ശക്തിയോടുകൂടെ വന്ന ഒരു പ്രവാചകനായി കണ്ടപ്പോൾ അവർ വിചാരിച്ചു അവൻ ഏലിയാവായിരിക്കും. മൂന്നാമതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത് അവന് പ്രവാചകന്മാരിൽ ഒരുവനായിരിക്കും എന്ന് ചിന്തിക്കുന്നു. നമുക്ക് ദൈവവചനം പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. പഴയ നിയമത്തിൽ ആവർത്തന പുസ്തകം 18-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ മോശ മുഖാന്തരം ദൈവം ഒരു കാര്യം ലോകത്തോട് പറഞ്ഞു, നിന്നെ പോലെ ഒരു പ്രവാചകനെ ഈ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് ദൈവം എഴുന്നേൽപ്പിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ലോകത്തിലേക്ക് വരാനുള്ള മോശയെ പോലെയുള്ള ഒരു പ്രവാചകൻ ലോകത്തിൽ വരാനുണ്ട്. അതിനുവേണ്ടി അവർ കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെയുള്ള ഒരു പ്രവാചകനായിരിക്കുമോ, മോശയെ പോലെയുള്ള ഒരു പ്രവാചകനായിരിക്കുമോ എന്ന് ആളുകൾ സംശയിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ടാണ് അവര് എല്ലാവരും പറഞ്ഞത് ഇവന് ആ പ്രവാചകന്മാരിൽ ഒരുത്തനായിരിക്കും എന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം വായിക്കുമ്പോൾ യോഹന്നാൻ സ്നാപകനോട് ആളുകൾ ചോദിച്ചതാണ്, നീ ആ പ്രവാചകനാണോ എന്ന് ചോദിക്കുകയുണ്ടായി. മാത്രമല്ല ഇരമ്യാവാണോ എന്ന് സംശയിക്കുകയുണ്ടായി. യേശുക്രിസ്തു എന്താണ് ഇരമ്യാവാണെന്ന് പറയാൻ കാരണം? നമുക്കറിയാം പട്ടണത്തെ നോക്കിക്കൊണ്ട് കരയുന്ന യേശു വളരെ കമ്പാഷനോടുകൂടെ ആളുകളെ കാണുമ്പോൾ, കുഷ്ഠരോഗികളെ കാണുമ്പോൾ, വേദനയുള്ളവരെ കാണുമ്പോൾ, ഞെരുക്കമുള്ളവരെ കാണുമ്പോൾ, പുരുഷാരത്തെ കൊഴിഞ്ഞവരായി ചിഹ്നവരായി കാണുമ്പോൾ അവരോട് മനസ്സലിയുന്ന ഒരു യേശുവിനെ നമുക്ക് ദൈവവചനത്തിൽ കാണുവാൻ കഴിയുന്നു. അതുകൊണ്ട് അതൊക്കെ കണ്ട ആളുകൾ ഇരമ്യാവ് ജനത്തിനിടയിൽ കരഞ്ഞുകൊണ്ട് നടന്ന ദൈവദാസനാണ്. നമ്മൾ ഇരമ്യാവിന്റെ പ്രവചനം 9-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നു ദൈവദാസൻ പ്രാർത്ഥിക്കുകയാണ്, യഹോവേ നിന്റെ ജനത്തിന്റെ പുത്രിയുടെ നിഹതന്മാർ നിമിത്തം കരഞ്ഞ് മുറയിടേണ്ടതിന് എൻ്റെ കണ്ണുനീർ നീരുറവും എൻ്റെ തല വെള്ളവുമായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് ദൈവദാസൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ അപ്രകാരം വളരെയധികം കരയുന്ന ഒരു ദൈവദാസനായിരുന്ന ഇരമ്യാവ്
ഇരമ്യാവ്. അതുകൊണ്ട് തന്നെ യേശുവിനെ ആളുകൾ കണ്ടപ്പോൾ ഇരമ്യാവാണോ എന്ന് സംശയിക്കുകയുണ്ടായി. ഇപ്രകാരം 4 പ്രതികരണങ്ങൾ വന്നപ്പോൾ യേശു തൻ്റെ അരുമ ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്നെ ആരാണെന്ന് പറയുന്നു? നിങ്ങൾ 3-3.5 വർഷമായി എൻ്റെ കൂടെ നടക്കുകയാണ്. ഞാൻ ഇരിക്കുകയും കിടക്കുകയും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് നിങ്ങൾ ഈ നാളിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയുന്ന വചനമെല്ലാം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നിങ്ങൾ എന്നെ ആർ എന്ന് പറയുന്നു? നമുക്കവിടെ കാണുവാൻ കഴിയുന്നു, പെട്ടെന്ന് പത്രോസിന്റെ മറുപടി. പത്രോസ് വളരെ വേഗത്തിൽ ഉത്തരം പറയുകയുണ്ടായി. അവന്, ഞാൻ വിചാരിക്കുന്നു, അവൻ ആത്മാവിൽ വിളിച്ചു പറഞ്ഞ ഒരു സത്യമായിരുന്നു. യേശു അവനോട് പറയുകയാണ്, ജഡരക്തങ്ങളല്ല നിനക്കിത് വെളിപ്പെടുത്തി തന്നത്. അതുകൊണ്ട് തന്നെ അവൻ ആത്മാവിൽ വിളിച്ചു പറഞ്ഞൊരു കാര്യമാണ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാകുന്നു. മറ്റുള്ള ആളുകൾ എല്ലാവരും എന്തും പറഞ്ഞുകൊള്ളട്ടെ, എന്തും അഭിപ്രായം പറഞ്ഞുകൊള്ളട്ടെ, എന്നാൽ നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണെന്ന് പറയാനുള്ള ഒരു വെളിപ്പാട് അവന്റെ അന്തരാത്മാവിൽ ലഭിക്കുകയുണ്ടായി. അപ്പോൾ യേശുക്രിസ്തു അവനെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുകയാണ്. യേശു അവനോട് പറഞ്ഞു, ജഡരക്തങ്ങളല്ല. എവിടെയെങ്കിലും ഗമാലിയക്കിന്റെ കാൽക്കലിരുന്നു കൊണ്ട് ആ വചനം പഠിച്ചത് കൊണ്ട് നിനക്ക് ലഭിച്ചതല്ല, മനുഷ്യരാരെങ്കിലും നിനക്ക് പകർന്നു തന്നതല്ല, പിന്നെയോ നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണെന്ന് നിനക്ക് വെളിപ്പെടുത്തി തന്നത് എൻ്റെ പിതാവാണ്, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നിന്റെ അന്തരാത്മാവിൽ വെളിപ്പെടുത്തി തന്ന ഒരു വലിയ സത്യമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് പഠിക്കുവാൻ കഴിയുന്ന മറ്റൊരു വസ്തുത, ഉടനെ തന്നെ കർത്താവ് തൻ്റെ സഭയെക്കുറിച്ച് പറയുകയാണ്. അതായത് താൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ ലോകത്തിൽ എന്നേക്കും നിലനിൽക്കാൻ പോകുന്ന ദൈവസഭയെക്കുറിച്ചൊരു പ്രതിപാദനം നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇവിടെ നമുക്ക് പഠിക്കുവാൻ കഴിയുന്ന ഒരു വലിയ വസ്തുത, പഴയ നിയമത്തിൽ എങ്ങും നമ്മൾ ദൈവസഭയെ കാണുന്നില്ല. പഴയ നിയമത്തിൽ എങ്ങും ഒരു ദൈവസഭയുടെ പല നിഴലുകൾ കാണുന്നുണ്ടെങ്കിലും പ്രത്യക്ഷമായി പ്രവാചകന്മാർക്ക് ആർക്കും തന്നെ വെളിപ്പെടാത്ത ഒരു സത്യമായിരുന്നു, ലോകത്തുള്ള സകല മാനവജാതിയും യേശുക്രിസ്തുവിൽ കൂടെ രക്ഷ പ്രാപിച്ച് ജാതികളുടെ ഒരു സംഖ്യ ദൈവസേനയിൽ വരുമെന്നോ അവർ ദൈവസഭയായി മാറുമെന്നോ യേശുക്രിസ്തുവിന്റെ ശരീരമായി അല്ലെങ്കിൽ ദൈവത്തിന്റെ സഭയായി മാറുമെന്നോ ഒരു ചിത്രീകരണവും പഴയ നിയമത്തിലില്ല. അതുകൊണ്ട് തന്നെയാണ് പൗലോസ് ഫെസ്യ ലേഖനത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നു 3-ാം അധ്യായം. ആമേൻ. അദ്ദേഹം പറയുകയാണ്, അദ്ദേഹം അവിടെ പ്രതിപാദിച്ചിരിക്കുന്നു, ദൈവസഭ എന്ന് പറയുന്നത് അനാദികാലം മുതൽ മറഞ്ഞു കിടന്ന ഒരു മർമ്മമായിട്ടാണ് അവിടെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ദൈവദാസന് മനസ്സിലായിട്ടുണ്ട്, ഇത് പഴയ നിയമ പ്രവാചക പുസ്തകങ്ങളിൽ എങ്ങും കാണാത്ത ഒരു കാര്യമാണ് ദൈവസഭ എന്നുള്ള ഒരു കാര്യം. യേശുക്രിസ്തു പറയുകയാണ്, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് കർത്താവ് പറയുകയുണ്ടായി. ഐ വിൽ ബിൽഡ് മൈ ചർച്ച് എന്ന് പറഞ്ഞിരിക്കുന്നു. ദ ഗേറ്റ്സ് ഓഫ് hell will not be strong enough to destroy it എന്ന് പറഞ്ഞിരിക്കുന്നു. പാതാള ഗോപുരങ്ങൾക്ക് ഇതിനെ ജയിക്കാനായിട്ട് കഴിയത്തില്ല. ഐ വിൽ ബിൽഡ് മൈ ചർച്ച് എന്നാണ് പറഞ്ഞത്. ഞാൻ എൻ്റെ സഭയാണ് പണിയുന്നത്. ആമേൻ. അവിടെ കർത്താവ് പറയുകയുണ്ടായി, ഈ പാറമേൽ എൻ്റെ സഭയെ ഞാൻ പണിയും. പത്രോസേ, നീ പാറയാകുന്നു, എന്നാൽ ഈ പാറമേൽ, ഏത് പാറമേൽ? യേശുക്രിസ്തുവാകുന്ന പാറമേൽ. ലോകത്തിലേക്ക് ആമേൻ യേശുക്രിസ്തു വരുന്നതിന് മുൻപേ ലോകത്തിൽ ഹല്ലേലൂയ ആമേൻ ജനത്തിന് വേണ്ട വിധത്തിൽ കാര്യങ്ങൾ ഒന്നും പഴയ നിയമത്തിൽ മനസ്സിലാകാതിരിക്കുമ്പോൾ ദൈവം യെശയ്യാവിൽ കൂടെ ആമേൻ ഒരു കാര്യം വിളിച്ചു പറഞ്ഞു. നിങ്ങൾക്കൊരു പക്ഷേ ആമേൻ ആ ഭാഗം വായിക്കുമ്പോൾ മനസ്സിലാകും. യെശയ്യാപ്രവചനം 28-ാം അധ്യായം അതിൻ്റെ 16 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ദൈവം ലോകത്തോട് വിളിച്ചു പറഞ്ഞ അല്ലെങ്കിൽ പ്രോമിസ് ചെയ്ത അല്ലെങ്കിൽ തൻ്റെ ജനത്തോട് പറഞ്ഞ ഒരു കാര്യമാണ്, ആമേൻ, സിയോനിൽ ഞാൻ ഒരു ഉറപ്പുള്ള അടിസ്ഥാനം ഇടാൻ പോകുകയാണ്. ആമേൻ. അടിസ്ഥാന കല്ലായി ഒരു കാര്യം ദൈവം ചെയ്യാൻ പോകുന്നു. അവിടെ വായിക്കുന്നു, അവനിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും ഓടിപ്പോകയില്ല. അത് പുതിയ നിയമത്തിലോട്ട് എടുത്തെഴുതിയപ്പോൾ പത്രോസ് ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു, ആമേൻ, അവനിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും ലജ്ജിച്ചു പോകയില്ല എന്ന് പറയുകയുണ്ടായി. അതുകൊണ്ട് നമുക്ക് ഇവിടെ ശ്രദ്ധേയമായ കാര്യം, ദൈവം ഈ കല്ലിനെ കുറിച്ച് അവിടെ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവിടെ നമ്മൾ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നു, ആമേൻ, അത് ഉറപ്പുള്ള
അടിസ്ഥാനമിടും എന്നാണ് പറഞ്ഞത്. ദൈവം ലോകത്തിലേക്ക് വരാൻ പോകുന്ന ദൈവസഭയെ കണ്ടുകൊണ്ട് ദൈവത്തിന്റെ മുന്നറിവിൽ ദൈവം പറയുകയാണ്, ഞാൻ സിയോനിൽ ഒരു ഉറപ്പുള്ള കല്ലിടും, ഒരു ഉറപ്പുള്ള അടിസ്ഥാനം ഇടും എന്ന് പറയുകയുണ്ടായി. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മൾ ഇന്ന് ദൈവസഭയിൽ വന്നു എങ്കിൽ, നിങ്ങൾ രക്ഷിക്കപ്പെട്ടുവെങ്കിൽ, നിങ്ങൾ സ്നാനപ്പെട്ടുവെങ്കിൽ, നിങ്ങൾ പരിശുദ്ധാത്മാവിന് നിറവ് പ്രാപിച്ചുവെങ്കിൽ, നിങ്ങളൊരു ദൈവസഭയിലേക്ക് വന്ന ദൈവത്തെ ആരാധിക്കുന്നുവെങ്കിൽ നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നതെന്നുള്ള കാര്യം മറന്നു പോകരുത്. നല്ല ഉറപ്പുള്ള അടിസ്ഥാനമുള്ള യേശുക്രിസ്തുവാകുന്ന ദൈവസഭയുടെ അടിസ്ഥാനത്തിന്മേലാണ് നിങ്ങൾ നിൽക്കുന്നത്. അതുകൊണ്ട് ലോകത്തിന്റെ ഏതെങ്കിലും ഒരു കാറ്റിന് നമ്മളെ വീഴ്ത്തിക്കളയാൻ കഴിയത്തില്ല. ഈ ലോകത്തിലെ ഏതെങ്കിലും ഒരു ചിന്താകുലങ്ങൾക്ക്, ആകുലതകൾക്ക് നമ്മളെ വീഴ്ത്തിക്കളയാൻ കഴിയത്തില്ല. ഈ നാളുകളിൽ ജീവിതത്തിന്റെ പ്രശ്നങ്ങളാൽ, ഭാരങ്ങളാൽ വളരെയധികം കാറ്റിനെ അഭിമുഖീകരിക്കുന്ന വ്യക്തി ജീവിതമേ, ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് പറയുന്നു, നീ അടിസ്ഥാനപ്പെട്ട് നിൽക്കുന്നത്, നീ പാറമേലാണ് ഉറച്ചു നിൽക്കുന്നതെങ്കിൽ ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല, ഒരു നാൾ ഓടിപ്പോകയില്ലെന്ന് പഴയ നിയമത്തിൽ പറഞ്ഞ വചനം തന്നെ പുതിയ നിയമത്തിൽ പത്രോസ് എഴുത്തെഴുതുമ്പോൾ പറയുന്നു, അവനിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളിൽ ലജ്ജിച്ചു പോകുകയില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഒന്നാമതായിട്ട് പറയുന്നു, ഞാനൊരു ഉറപ്പുള്ള അടിസ്ഥാനമിടും. രണ്ടാമതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത്, ഇറ്റ് ഈസ് എ പ്രഷ്യസ് സ്റ്റോൺ, അഥവാ അതൊരു വിലയേറിയ കല്ലാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. യേശുക്രിസ്തുവിനെ ലോകത്തിന് ഒരു മാന്യതയില്ലാത്ത, മനുഷ്യർ തള്ളിയ കല്ലായിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നു. ലോകത്തിലുള്ള ആരും തന്നെ അവനെ ബഹുമാനിച്ചില്ല. അവൻ ലോകത്തിലേക്ക് വന്നു, സ്വന്തത്തിലേക്ക് വന്നപ്പോൾ സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല എന്ന് യോഹന്നാൻ 1:11 പറഞ്ഞുവെങ്കിൽ നമുക്കറിയാം, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി മാറുവാൻ ദൈവാധികാരം തന്നിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ഏറ്റവും ശ്രദ്ധേയമായ സന്തോഷം തരുന്ന ഒരു കാര്യം, ഇത് ശോധന ചെയ്ത കല്ലാണ്. നമുക്കറിയാം, ദൈവവചന പ്രകാരം 7 പേര് യേശുക്രിസ്തുവിന്റെ വിസ്താര സമയത്തും ക്രൂശ് മരണത്തോടനുബന്ധിച്ചും എല്ലാം ഹല്ലേലൂയ ശോധന ചെയ്തതായിട്ട് നമുക്ക് പഠിക്കാൻ കഴിയുന്നുണ്ട്. മഹാപുരോഹിതന്മാർ ശോധന ചെയ്തു, ഹേരോദാവ് ശോധന ചെയ്തു, പീലാത്തോസ് ശോധന ചെയ്തു, അവിടെ നിന്ന് ശതാധിപൻ ശോധന ചെയ്തു, അടുത്തു കിടന്ന കള്ളന്മാർ ശോധന ചെയ്തതായിട്ട് കാണാൻ കഴിയുന്നു. തൻ്റെ അരിമ ശിഷ്യന്മാര് 12 പേരുണ്ടായിരുന്നു, അതിലെ ഒരുവൻ പിശാചായിരുന്നു എന്ന് കാണാൻ കഴിയുന്നു. ആ പിശാചായവൻ അവസാനമായി യേശുവിനെ ശോധന ചെയ്തിട്ട് പറഞ്ഞു, ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെയാണ് കാണിച്ചു കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, 6 പേര് ലോകത്തിലുള്ളവർ സാക്ഷ്യം പറഞ്ഞു, ഇവന് ഒരു കുറ്റവുമില്ല. പീലാത്തോസ് കൈ കഴുകുന്നത് അവനിൽ കുറ്റമൊന്നും കാണായികയാലാണ്. ദൈവവചനം നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഏഴാമതായിട്ട് പിതാവായ ദൈവം 2 പ്രാവശ്യം അവന്റെ ശുശ്രൂഷയുടെ തുടക്കത്തിലും ശുശ്രൂഷയുടെ അവസാനത്തിലും ഇപ്രകാരം പറഞ്ഞു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറയുകയുണ്ടായി. അതുകൊണ്ട് തന്നെ യേശുക്രിസ്തു ശോധന ചെയ്ത കല്ലാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. അവൻ ഉറപ്പുള്ള കല്ലാണ്. അത് മാത്രമല്ല, ശോധന ചെയ്യപ്പെട്ട കല്ലായി അവിടെ പറഞ്ഞു വന്നിരിക്കുന്നു. അത് മാത്രമല്ല, ഇറ്റ് ഈസ് എ കോർണർ സ്റ്റോൺ, അഥവാ ഇതൊരു മൂലക്കല്ലാണ്. നമുക്കറിയാം, ഏതെങ്കിലും ഒരു കെട്ടിടത്തിന്റെ മൂലക്കല്ലിന്മേലാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാരം ചെല്ലുന്നത്, അല്ലെങ്കിൽ ഏറ്റവും അടിയിൽ വളരെയധികം ഭാരം വഹിക്കുന്ന കല്ല് അതിന്റെ മൂലക്കല്ലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ നാളുകളിൽ ഏറ്റവും സന്തോഷം തരുന്ന ഒരു വസ്തുത, ദൈവസഭയിലേക്ക് നമ്മൾ വന്നു എങ്കിൽ നമുക്ക് ഹല്ലേലൂയ അടിസ്ഥാനപ്പെട്ടിരിക്കുന്ന കല്ലിൽ അത് ഏറ്റവും പ്രധാനപ്പെട്ട കല്ലായി പറഞ്ഞിരിക്കുന്നു. ഇത് പത്രോസ് എടുത്തെഴുതുമ്പോൾ 1 പത്രോസ് 2-ാം അധ്യായത്തിന്റെ 8 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ പത്രോസ് അത് പറയുമ്പോൾ അത് ശ്രേഷ്ഠമായ കല്ലായിട്ട് പറഞ്ഞിരിക്കുന്നു. ശ്രേഷ്ഠമായ കല്ല്, 2 മാന്യമായ കല്ല്, 3-ാമതായിട്ട് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു, അവ ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട് ശ്രേഷ്ഠമായ കല്ലാണ്, മാന്യമായ കല്ലാണ്, അത് ജീവനുള്ള കല്ലാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. ഇതിൽ നിന്ന് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകയില്ലെന്ന് പത്രോസ് പറയാൻ കാരണം, നിങ്ങൾ ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങൾക്ക് ശ്രേഷ്ഠത ലഭിക്കും, മാന്യത ലഭിക്കും. മാത്രമല്ല, നിങ്ങൾ ജീവനുള്ള കല്ലുകളായി മാറും.
അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ യേശുക്രിസ്തുവാകുന്ന ആമേൻ ആ അടിസ്ഥാനത്തിന്മേൽ നമ്മൾ വന്നു കഴിയുമ്പോൾ, ദൈവസഭയിലേക്ക് നമ്മൾ വന്നിരിക്കുമ്പോൾ, നമ്മുടെ ജീവിതം ഹല്ലേലൂയ യേശുക്രിസ്തുവിനോട് ചേർന്നുള്ള ഒരു ആമേൻ ജീവിതമായി മാറുമ്പോൾ, ഹല്ലേലൂയ എഫെസ് ലേഖനം 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 2-ാം അധ്യായത്തിന്റെ 20 മുതലുള്ള വാക്യങ്ങൾ 22 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, യേശുക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്മേലാണ് ദൈവസഭയെ ദൈവം പണിതിരിക്കുന്നത്. ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് യേശുക്രിസ്തുവാണ്. അതിന് മുകളിൽ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന നിലയിൽ ദൈവം മുകളിലേക്ക് പണിയുകയാണ്. എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം? യേശുക്രിസ്തുവാണ് മൂലക്കല്ല് അല്ലെങ്കിൽ അടിസ്ഥാനം, അതിന്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് യേശുക്രിസ്തുവാണെങ്കിൽ അതിന്റെ മുകളിലേക്കുള്ള ഒരു പണി ദൈവത്തിന്റെ ദാസന്മാരായ ആമേൻ അപ്പോസ്തലന്മാരെ കൊണ്ട് ദൈവം ചെയ്തിരിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. ദൈവം അങ്ങനെ ചെയ്യുമ്പോൾ ആമേൻ നമ്മൾ ഈ ഭാഗത്ത് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ആമേൻ അപ്പോസ്തലന്മാരുടെ ഉപദേശമാണ് സുവിശേഷം കഴിഞ്ഞാൽ ആമേൻ ഉള്ള ലേഖനങ്ങളിലെല്ലാം കാണാൻ കഴിയുന്നത്. ദൈവവചനത്തിൽ പൗലോസ് എഴുതിയ ലേഖനങ്ങൾ, ആമേൻ എബ്രായ ലേഖനം പൗലോസാണ് എഴുതിയതെങ്കിൽ അതുകൂടെ ചേർത്ത് ഏകദേശം 12 ലേഖനങ്ങൾ ദൈവദാസൻ എഴുതുമ്പോൾ അദ്ദേഹത്തിൽ കൂടെ ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിച്ച് ഉപദേശപരമായ കാര്യങ്ങൾ എല്ലാം നമുക്ക് രേഖപ്പെടുത്തി തന്നിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് യേശുക്രിസ്തുവിന്റെ ഉപദേശം സുവിശേഷങ്ങൾ നമ്മൾ കാണുമ്പോൾ ആ വചനത്തിന്മേലാണ് നമ്മൾ അടിസ്ഥാനപ്പെടേണ്ടത്. കർത്താവ് പറയുകയുണ്ടായി, നമ്മൾ മത്തായി സുവിശേഷം 7-ാം അധ്യായം നിങ്ങൾ സാവകാശം പിന്നീട് എടുത്ത് വായിച്ചു നോക്കണം. അവിടെ പറയുന്നു 2 പേര് വീട് പണിതതായിട്ട് കാണാൻ കഴിയുന്നു. ഒരുത്തന്റെ വീട് പാറമേൽ അടിസ്ഥാനമിട്ട വീടായിരുന്നു, രണ്ടാമത്തെ വീട് മണലിന്മേൽ ആമേൻ വെച്ച വീടായിരുന്നു. രണ്ടിന്റെയും പണി ശ്രദ്ധിച്ചാൽ ഒന്നിന്റെ പണി വളരെ വേഗത്തിൽ കഴിഞ്ഞു കാണും. അവിടെ ആഴക്കുഴിച്ച് എന്നൊരു പ്രയോഗം കാണുവാൻ കഴിയുന്നു. കല്ലിനകത്ത് അല്ലെങ്കിൽ അടിസ്ഥാനം കല്ലായി മാറാനായിട്ട് ആഴക്കുഴിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു അടിസ്ഥാനം ആണ് അവന് ഇടാനായിട്ട് പരിശ്രമിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു സത്യം, അവൻ വളരെ ബദ്ധപ്പാടോടുകൂടെ ഇത്രയും ആഴത്തിൽ കുഴിച്ച് ആ അടിസ്ഥാനം യേശുക്രിസ്തുവാകുന്ന പാറമേൽ ഉറപ്പിച്ചിട്ട് അവൻ മുകളിലേക്ക് പണിത് വരുമ്പോൾ ആമേൻ വലിയ വൻമഴ പെയ്താലും അതുപോലെ തന്നെ വലിയ അടിച്ചാലും വെള്ളം പൊങ്ങിയാലും ആ വീടിന്മേൽ അലച്ചോ ആമേൻ എന്ന ദൈവത്തിന്റെ വചനം പറയുന്നു. ഒരിക്കലും അത് വീണുപോയില്ല. പ്രശ്നങ്ങളും പോരാട്ടങ്ങളും വിശ്വാസിയെ നിനക്കും ലോകത്തിലുള്ള എല്ലാവരെ പോലും വന്നെന്നിരിക്കാം. നിന്റെ വീട്ടിലും രോഗം വന്നെന്നിരിക്കാം, നിന്റെ വീട്ടിലും മരണം വന്നെന്നിരിക്കാം, നിന്റെ വീട്ടിലും കടഭാരം വന്നെന്നിരിക്കാം. എന്നാൽ യേശുക്രിസ്തുവിൽ അടിസ്ഥാനപ്പെടുന്ന ഒരു ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഒരിക്കലും കുലുങ്ങിപ്പോകുന്നില്ല, അവൻ ഒരിക്കലും ലജ്ജിച്ചു പോകുന്നില്ല. അതുകൊണ്ട് എന്നെ ഇപ്പോൾ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാ നിങ്ങളോട് വളരെ വ്യക്തമായി പറയുന്നു, ലോകത്തിലുള്ള ധാരാളം ആമേൻ വീടുകൾ അല്ലെങ്കിൽ മണലിന്മേൽ തീർത്ത വീടുകൾ വീണ് അതിനെ പല മഴകളും ഒഴുക്കിക്കൊണ്ടുപോയപ്പോൾ, നദികൾ ഒഴുക്കിക്കൊണ്ടുപോയപ്പോൾ നീ എന്താ നിലനിന്നതെന്നറിയാമോ? യേശുക്രിസ്തുവിലുള്ള അടിത്തറയിൽ വിശ്വാസത്തിൽ ദൈവസഭയിൽ നിന്നതുകൊണ്ട് ഇന്നും മറ്റുള്ളവരുടെ മുമ്പിൽ മാന്യമായി ശ്രേഷ്ഠമായി ജീവനോടെ ദൈവം നിന്നെ നിലനിർത്തിയിരിക്കുന്നു. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമുക്ക് ഈ ദൈവവചനത്താൽ ഹല്ലേലൂയ അടിസ്ഥാനപ്പെട്ട ദൈവസഭയിലേക്ക് യേശുക്രിസ്തുവാകുന്ന അടിസ്ഥാനത്തിന്മേൽ നമുക്ക് ഉറച്ചു നിൽക്കാം. ദൈവം ഈ നാളുകൾ നമ്മളെക്കുറിച്ച് അതാണ് ആഗ്രഹിക്കുന്നത്. കർത്താവേ, ദൈവത്തോട് പ്രാർത്ഥിക്കാം, ദൈവമേ ഈ നാളുകളിൽ അങ്ങയിലൊന്ന് അടിസ്ഥാനപ്പെടുവാൻ എന്നെ സഹായിക്കണമേ. എനിക്ക് ശ്രേഷ്ഠത വരുന്നത് എങ്ങനെയാണ്? ദൈവസഭയാകുന്ന ആമേൻ ആ ആലയത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, അടിസ്ഥാനം യേശുക്രിസ്തുവിലാകുമ്പോൾ അവൻ ശ്രേഷ്ഠനായതുകൊണ്ട് അവൻ ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനാണ്, യാക്കോബിനേക്കാൾ ശ്രേഷ്ഠനാണ്, ശലോമോനേക്കാൾ വലിയവനാണ്. ആമേൻ അവൻ ദേവാലയങ്ങളെക്കാൾ വലിയവനാണ്, അവൻ ദൂതന്മാരെക്കാൾ വലിയവനാണ്, അവൻ പുരോഹിതന്മാരെക്കാൾ വലിയവനാണ്, അവൻ യാഗത്തെക്കാൾ വലിയവനാണ്, യാഗപീഠത്തെക്കാൾ വലിയവനാണ്, പഴയ നിയമ യാഗങ്ങളെക്കാൾ വലിയവനാണ്, അവൻ സ്വർഗത്തെക്കാൾ വലിയവനാണ്,
എന്ന ദൈവത്തിന്റെ വചനം പറയുന്നത് കൊണ്ട് ആ ശ്രേഷ്ഠത നമുക്ക് ലഭ്യമാകണമെങ്കിൽ ഈ നാളുകളിൽ യേശു ക്രിസ്തുവാകുന്ന ആ പാറമേൽ നമുക്ക് ഉറച്ചു നിൽക്കാം. കർത്താവിനോട് ഹല്ലേലൂയ പത്രോസ് പറയുമ്പോൾ പത്രോസിനോട് കർത്താവ് പറയുകയാണ്, ജീവനുള്ള ദൈവമാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നത്, ജഡരക്തങ്ങളല്ല. ഞാൻ എൻ്റെ സഭയെ പണിയുമ്പോൾ പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് കർത്താവ് പറയുകയുണ്ടായി. ഇത് കേട്ടുകൊണ്ടിരുന്ന പത്രോസ് ഒരിക്കലും അവന് ആ പെന്തക്കോസ്ത് നാളിൽ ആമേൻ കർത്താവ് സ്ഥാപിക്കാൻ പോകുന്ന ആ സഭയുടെ ആമേൻ മൂലക്കല്ലായി, അടിസ്ഥാനക്കല്ലായി, ഹല്ലേലൂയ ദൈവം പണിയാൻ തുടങ്ങുന്ന ആ സഭയിൽ ആദ്യം എഴുന്നേറ്റ് നിന്ന് ഹല്ലേലൂയ പ്രസംഗിക്കേണ്ട ഒരുവനാണ് എന്ന് താൻ ഒരിക്കലും വിചാരിച്ചില്ല. ഹല്ലേലൂയ അവന്റെ പ്രസംഗം കേട്ടുകൊണ്ടിരുന്ന ആളുകൾ വിചാരിച്ചു, ഹല്ലേലൂയ ഒരു മുക്കുവനായ സാധാരണക്കാരൻ എന്തുകൊണ്ട് ഇങ്ങനെ പ്രസംഗിക്കുന്നു, അവർ സാമാന്യരും പഠിപ്പില്ലാത്തവരുമായിരുന്നെങ്കിലും അവർ ഭൂലോകത്തെ കീഴ്മേൽ മറിക്കുന്ന ഒരു അഭിഷേകം അവരുടെ മേൽ വരുവാൻ ഇടയായി തീർന്നു. ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി നിങ്ങളോട് പറയുന്നു, ഹല്ലേലൂയ ഈ പാറമേൽ അടിസ്ഥാനപ്പെടാം, ഈ പാറമേൽ ഉറയ്ക്കാം, ഈ പാറമേൽ നിൽക്കാം. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും അതിനായി സഹായിക്കും. ഒരു നിമിഷം നിങ്ങൾക്ക് തലകളെ വണക്കാമോ, പ്രാർത്ഥിക്കാം. വലിയവനായ ദൈവമേ, ഇന്ന് ഞങ്ങൾ ഈ ദൈവവചനം കേട്ട ഈ നിമിഷം ആമേൻ അടിസ്ഥാനമായി യേശു ക്രിസ്തുവിലുള്ള അടിസ്ഥാനം നിന്റെ കുഞ്ഞുങ്ങൾക്ക് നീ ദാനമായി നൽകിയതിനായി സ്തോത്രം. വളരെ നാളുകളായി ദൈവസഭയിൽ പോയിട്ടും യാതൊരു അടിസ്ഥാനവുമില്ലാത്ത വ്യക്തി ജീവിതങ്ങൾക്കായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. അവർ വ്യക്തിപരമായി യേശുവുമായി ബന്ധപ്പെട്ടിട്ട് യേശുവിൻ്റെ ശബ്ദം കേട്ട് അനുദിനം ജീവിക്കുന്ന ആത്മീയ അനുഭവത്തിലേക്ക് അവരെ അവിടുന്ന് കൈപിടിച്ച് നടത്തും എന്നുള്ളതിനായി സ്തോത്രം. എല്ലാ നാമത്തിലും മേലായ നാമത്തിൽ അടിയനി ആമേൻ വചനം കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തു മുഖാന്തരം എളിയവർ ഒന്നിച്ച് ചോദിക്കുന്നു, കൃതോ നീ കേൾക്കുമാറാകണമേ.